ഹലോ ഗായ്സ്, അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ഇന്ന് കേട്ടോ. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവുക. നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മുടെ കൂടെ തൊണ്ടായിരിക്കും നമ്മുടെ ചങ്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരാൾ എനിക്കും ഉണ്ട്. അപ്പം അവനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാനിന്ന്. എൻ്റെ പേര് സോബൻ എന്നാണ്. അപ്പം നേരെ നമുക്ക് സോബനെ മീറ്റ് ചെയ്യാം. ഓക്കെ, വരുന്നുണ്ട് കേട്ടോ. നരച്ചല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്രയൊക്കെ കുഴപ്പമില്ല, സൂപ്പറായിരുന്നു. എന്താ പരിപാടി ഇന്ന്? അത് നമുക്ക് ലുല്ലു വരെ ഒന്ന് പോവാം. ലുല്ലു വരെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പൊ എപ്പോഴാണ് രാവിലെ വന്നേ? രാവിലെ ഒരു 7:30 എത്തി കോട്ടയം. എങ്ങനെ ബസ്സിന് വന്നോ? ബസ്സിൽ വന്നു. ആണല്ലേ. അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ വന്നു? അവിടുന്ന് മണിപ്പുഴ ഇറങ്ങി. മണിപ്പുഴയിൽ നിന്ന് പിന്നെ ഒരു ഓട്ടോ കിട്ടി. ഓട്ടോയ്ക്ക് പിന്നെ ഇവിടെ വന്നിറങ്ങി. മഴ ആയതുകൊണ്ട് പിന്നെ അനിയനെ വിളിച്ചില്ല. ആണോ? ഓട്ടോ കയറി വന്നല്ലേ? ഓട്ടോയിലൊക്കെ കയറിയിട്ട് ഞാൻ എത്ര നാളായെന്നറിയോ? അത് രസമെന്ന് വെച്ചാൽ ഒരു ഫാദറാണ് ആ വണ്ടി ഓടിച്ചത്. ഫാദർ പള്ളിയിൽ അച്ഛൻ, നമ്മുടെ എനിക്കൊന്ന് ഓർത്തഡോക്സ് അല്ലെങ്കിൽ യാക്കോബിന്റെ ഒരു അച്ഛനായിരുന്നു. ആ ഡ്രസ്സിലാണ് അച്ഛനായിട്ട് തന്നെ നമ്മൾ കോട്ടയം ലുലു മാളിലാണ്. നമ്മളിവിടെ ഫുഡ് കഴിക്കാനാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ വേറെ പർച്ചേസിങ്ങിനൊന്നും വന്നതല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കും. നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നത്. കടയുടെ പേര് കാര്യങ്ങളൊന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. നമ്മൾ നേരെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു, ഇവിടുന്ന് ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് അത്യാവശ്യം ഹെവി ബിരിയാണിയാണ് ഞങ്ങൾ കഴിക്കാൻ നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ തീരുന്നില്ല. അതുപോലെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആവറേജ് ബിരിയാണി, അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പള്ളിക്കകത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകാം. ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകാം. ചായ കുടിക്കാൻ പോകുന്നത് നമ്മൾ നേരെ പുതുപ്പള്ളിയിലുള്ള ഒരു നല്ലൊരു ചായക്കടയുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷൊക്കെ ആയി. അതിന് ശേഷം നേരെ സോബിനെ കോട്ടയത്ത് കൊണ്ട് KSRTC അവിടെ കൊണ്ട് വിടാൻ പോവാണ്. കാരണം അവൻ ഇന്നായിട്ട് കോഴിക്കോട് തിരിച്ചു പോകണം. അവൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ഓക്കെ ബൈ ബൈ ബൈ. ഇടയ്ക്ക് വിളിക്കട്ടോ.